ഹായ് കൂട്ടുകാരെ, നമസ്കാരം. ഇന്നലെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ ചീഫ് മിനിസ്റ്റർ ഓഫീസ് ഓഫ് കേരള അതിനെക്കുറിച്ചൊരു കമൻറ്റ് വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ടത്. ഞാൻ അതിനകത്ത് ഇട്ടതിൽ എന്തെങ്കിലും പക്ഷെ അതാർക്കും അങ്ങോട്ട് എന്താണെന്നറിയത്തില്ല. അതിനകത്ത് പകുതി കഴിഞ്ഞപ്പോൾ ഞാൻ കുറേയേറെ ഈ CPIM-ൻ്റെ ബ്രാഞ്ച് മുതലുള്ളവരെ കുറച്ച് വിമർശിച്ചിട്ടുണ്ട്, മെമ്പർമാരെയൊക്കെ. അതുകൊണ്ടാണോ ആരെയും ലൈക്ക് ചെയ്യുമോ, ലൈക്ക് ചെയ്തോ എന്തേലും ആട്ടെ, ചെയ്തില്ലെങ്കിൽ അതിനൊരു അഭിപ്രായം, എന്തേലും ഒരു അഭിപ്രായം പറയുമെന്നാണ് ഞാൻ കരുതിയത്. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും എന്തേലും ചീത്ത പറയുന്ന പോലുള്ള എന്തെങ്കിലും പറയുന്നു വരും. ആരും അതിന് ഒരു പ്രതികരണം നൽകിയില്ല. ഒരാളെന്നല്ല, ആരും ലൈക്ക് ചെയ്തില്ലെന്ന് പറയാൻ പറ്റില്ല. ഒരു കൂട്ടുകാരൻ ലൈക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെനിക്കൊരു വലിയ വിഷമമായിപ്പോയി. കാരണം എന്തേലും ഒരു അഭിപ്രായം പറയണ്ട. എല്ലാവരും കൂട്ടുകാരല്ലേ. അപ്പോൾ അതിന് സാധാരണഗതിയിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒരു 10-20 പേരെങ്കിലും എൻ്റെ പോസ്റ്റുകളൊക്കെ ലൈക്ക് ചെയ്യുകയും അതിനൊരു സ്റ്റിക്കർ പോലെയുള്ള സാധനം ഒന്ന് അതിനകത്ത് ഇടുകയൊക്കെ ചെയ്യുന്നതാണ്. ചിലപ്പോൾ ചിലരൊക്കെ അഭിപ്രായം പറയാറുണ്ട് കേട്ടോ. എന്നാൽ ആദ്യ കാലത്തൊക്കെ ഈ 2017 തുടങ്ങുമ്പോൾ ഞാൻ ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അതിനെ എന്തെങ്കിലും പറയുമ്പോൾ ചിലരൊക്കെ വന്ന് വിമർശിക്കാറുണ്ട്. നല്ല രീതിയിൽ ചീത്ത പറഞ്ഞിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ അതൊന്നും ഞാൻ അത്ര കാര്യം അതിനൊക്കെ മറുപടി കൊടുക്കും കേട്ടോ. എങ്കിലും ആ മറുപടി ഇവനോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ ഇപ്പോൾ ആരും വിമർശിക്കുന്നില്ല, എന്നെ വിമർശിക്കുന്നില്ല, ഒരു കുറ്റവും പറയുന്നില്ല, നല്ലതും പറയുന്നില്ല. എന്തായാലും നിങ്ങൾ ഞാൻ ആ പേര് പറഞ്ഞത് കേട്ടില്ല. എനിക്ക് തന്നെ അങ്ങനെ ഒരു പേരുണ്ടാക്കാൻ കഴിയുന്നതല്ല. അത് പറയാൻ പോലും അറിയത്തില്ല എന്നുള്ളതാണ്, വിഷമമാണെന്നുള്ളതാണ്. അപ്പോൾ ഏതാണ് ഗ്രൂപ്പ് എന്നൊക്കെ പണ്ട് ഏതെങ്കിലുമൊക്കെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ ഞാൻ പറയാറ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലൈക്ക് ചെയ്ത പേജ് എന്നാണെന്ന്. പക്ഷെ അതിനകത്ത് എന്തായാലും കേരള എന്നുള്ളത് വിട്ടുപോകാറുണ്ട് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴും. അപ്പോൾ ഈ ഇംഗ്ലീഷ് വാക്കൊക്കെ അത്രയും നീളത്തിലുള്ള വാക്കൊക്കെ പറയാൻ ഇച്ചിരി പാടാണ്, അതുകൊണ്ട് പറയാറില്ല. അപ്പോൾ അങ്ങനെ ഒരാളാണ് ഞാനെന്നുള്ളത് ഇന്നലെ തന്നെ ഞാനത് ബോധ്യപ്പെടുത്തിയതാണ് ആ വീഡിയോയിൽ. എനിക്കതിനുള്ള പഠിപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിവോ രാഷ്ട്രീയപരമായിട്ടുള്ള അറിവ്, ഇപ്പോൾ വിദ്യാഭ്യാസം വേണമെന്നില്ല കേട്ടോ, രാഷ്ട്രീയ അറിവ് വേണമെന്ന് ഉണ്ടാകാൻ നമ്മൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിരന്തരമായി, ഇപ്പോൾ അതൊന്നും നടക്കിയല്ലോട്ട്, നിരന്തരമായി പേപ്പർ വായിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുന്നവർക്ക്, വാർത്തകളൊക്കെ അറിയുകയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഒരു രാഷ്ട്രീയ ബോധം ഉണ്ടാകും. രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ഒരു പിടിപാടൊക്കെ ഉണ്ടാകും. ഇന്നത് കൊണ്ട് കാര്യമല്ലോ കേട്ടോ. ഇന്ന് നമ്മൾ പത്രം വായിച്ചാലോ അല്ലെങ്കിൽ TV കണ്ടാലൊന്നും ഒരു രാഷ്ട്രീയ ബോധവും കിട്ടിയല്ല. പണ്ടങ്ങനെയല്ല, കുറേയൊക്കെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വയം രണ്ട് തലയെന്ന് പറയുന്ന പോലെ എന്തെങ്കിലുമൊക്കെ പത്രക്കാരായാലും TV-ക്കാരായാലും പറയുമായിരുന്നു. അങ്ങനെ നമുക്കൊരു കുറച്ചെങ്കിലുമൊക്കെ ഒരു രാഷ്ട്രീയ ബോധമൊക്കെ കിട്ടുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. ഇപ്പം നമ്മൾ ഈ നല്ല നേതാക്കളുടെ കൂടെ പൊതുവേദിയിലേക്ക് ഉള്ള പ്രസംഗങ്ങൾ കേൾക്കാനോ അതല്ലെങ്കിൽ പ്രവർത്തിക്കാനോ, നമ്മൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാനോ ഒക്കെ പോകുന്ന ഒരാൾക്ക് അതിനുള്ളതായ രാഷ്ട്രീയ ബോധവും രാഷ്ട്രീയ അറിവും രാഷ്ട്രീയ വിദ്യാഭ്യാസവും ഒക്കെ കിട്ടും. ഇപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ അവിടെ വിമർശിച്ചിരിക്കുന്നത് ഇവിടെ പാർട്ടി മെമ്പർമാരെ. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ്, എൻ്റെ കാഴ്ചപ്പാടിൽ ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ എല്ലായിടത്തോടെയും പോയിട്ടല്ല അതൊന്നും പറയുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരും അതിൻ്റെ അകത്ത് അംഗങ്ങളാരും അതിനൊരു വിവേചനമൊന്നും അറിയിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഒരു നല്ലതാണെന്നോ മോശമാണെന്നോ ആരും ഒന്നും പറഞ്ഞില്ല. എന്തേലും ഒന്ന് പറയണ്ടേ. ആ പേര് തന്നെ അങ്ങനെ മാറ്റണോ? എനിക്കത് ആ ഗ്രൂപ്പ് ഒന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്, ഞാനതങ്ങനെ എഴുതുന്നുണ്ട്, ഈ ഗ്രൂപ്പ് ഒന്ന് വിട്ടു പോയാലോ
ഗ്രൂപ്പിൽ നിന്ന് പോയാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ ചില കൂട്ടുകാർ, ഇത് പാർട്ടിയോട് ബന്ധമുള്ള ചില കൂട്ടുകാർ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ അങ്ങനെ അത് ഉപേക്ഷിച്ച് പോകരുത്, ചേട്ടൻ തന്നെ അത് കൈകാര്യം ചെയ്യണം, പകരം ആരെയും ആക്കരുത് എന്നൊക്കെ എന്നോട് പറഞ്ഞ ചില കൂട്ടുകാരുണ്ട്. ഇപ്പോൾ അവരൊന്നും ഇതിനകത്ത് ഫേസ്ബുക്കിലേക്കൊന്നും കാണുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ചില, അത് പാർട്ടി മെമ്പറായിക്കോളുന്നില്ല, കാരണം അത് പാർട്ടിയുടെ നിൽക്കുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരാളാകാനേ സാധ്യത. കാരണം പാർട്ടി മെമ്പർഷിപ്പ്, പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളാണ്, അത് എനിക്ക് ബോധ്യമാണ്. പിന്നെ അത് പാർട്ടിക്ക് മെമ്പറാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, അത് ആകാൻ സാധ്യതയൊന്നുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ ആകാൻ സാധ്യതയില്ല, പാർട്ടി മെമ്പറാകാൻ സാധ്യതയില്ല. അപ്പോൾ അങ്ങനെ ചിലരൊക്കെ എന്നോട് പറഞ്ഞു, ചേട്ടാ അത് ചേട്ടൻ അതിൽ നിന്ന് അത് മറ്റൊരാൾക്ക് നൽകിയിട്ട് പോകരുത്, ഗ്രൂപ്പ് വിട്ടു പോകുമ്പോൾ ചിലപ്പോൾ അത് വേറൊരാളിലേക്ക് ചെല്ലുമായിരിക്കണം, അത് കാരണം എങ്ങനെയാണെന്ന് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഗ്രൂപ്പിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ അവിടെ കണ്ടു, പിന്നെ അല്ലാതെ വേറൊന്നും കാണുന്നില്ല. അപ്പം പേര് എന്തായാലും ഒരു പേര് മാറ്റേണ്ട കാര്യമൊന്നും ഇപ്പോൾ അതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ്, അതിന് പറ്റിയൊരു പേര് എനിക്കിട്ട് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഒരു ശരിക്കും പറഞ്ഞാൽ ഇപ്പം നേരത്തെ പോലെ മുഴുവനും ഒന്ന് വീഡിയോ കണ്ടോ വായിച്ചു നോക്കിയോ ഒക്കെ അതിനൊന്ന് വിലയിരുത്താനോ അതിന് ഒന്നും കഴിയാത്തൊരു പവറാണ് ഇപ്പോൾ ഉള്ളൂ. അത് നമ്മുടെ ഈ തലച്ചോറിലേക്ക് അതിൻ്റെതായ രീതിയിലുള്ളൊരു ചിന്താശേഷി കടന്നു വരുന്നില്ല നേരത്തെ പോലെയൊക്കെ ഒരു കുറഞ്ഞ കാലങ്ങളായിട്ട്. അപ്പോൾ അതിനൊരു അഡ്മിനെ മാറ്റി പകരം വെച്ചാലോ എന്നൊക്കെ ചിലപ്പോൾ ഞാൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അത് ഇതുകൊണ്ട് എനിക്ക്, ഞാൻ ഈ പ്രായമായപ്പോൾ ഒരു പേരും പ്രശസ്തിയും നേടി ഒരു ക്രെഡിറ്റൊക്കെ വാങ്ങി ഇരിക്കാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ലേബലിൽ ഏതെങ്കിലും കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാനോ ഒന്നുമല്ല. എനിക്കിപ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല കേട്ടോ. ആകെപ്പാടെ സർക്കാർ തരേണ്ടത് പെൻഷൻ തരുന്നുണ്ട്. പിന്നെ പാർട്ടിപരമായിട്ട് ഇടപെടേണ്ടതോ അല്ലെങ്കിൽ മന്ത്രിതലത്തിലോ ഒന്നും പോയി ഇടപെടേണ്ടതായ ഒരാവശ്യങ്ങളൊന്നും എനിക്കില്ല. ഇനിയിപ്പോൾ അതിൻ്റെ ഒരാവശ്യം ഉണ്ടാകുമില്ല. കാരണം ഇത്രയും പ്രായമായി, എപ്പോഴാണ് മരിക്കാനുള്ള സമയമൊക്കെ ആയെന്ന് എനിക്കറിയാം. മരണത്തെ എപ്പോഴും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഭയമില്ലാത്തത് തന്നെ, പണ്ടേ ഭയമൊന്നുമില്ല, എന്നാലും ഒരു ദിവസം മരിക്കും, പിന്നിപ്പോൾ ആരെങ്കിലും നേരത്തെ ആയാലും കുഴപ്പമൊന്നുള്ളെന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ എനിക്ക് പല കാര്യങ്ങൾക്കും പേടിയില്ലായിരുന്നു. ഇപ്പോഴും അതില്ല കേട്ടോ. ഇപ്പോഴും പിന്നെ ആയ സമയമായല്ലോ, ഏകദേശം തീർന്ന മട്ടായി. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ എനിക്കെന്തെങ്കിലും ആരോടും പറയാനോ അവർക്ക് ദോഷകരമായ കാര്യം, മറ്റുള്ളവർക്ക് ഉപദ്രവകരമായ കാര്യമോ മോശമായ കാര്യങ്ങളൊക്കെ പറയുമെന്നല്ല, ധൈര്യമായിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ എനിക്കൊരു തൻ്റെയിടമുണ്ട്. അത് പണ്ടുമുണ്ട്, എന്നാൽ ഇപ്പോൾ അതൊരു ഇപ്പോഴും ഉണ്ട് കേട്ടോ, ഇല്ലെന്നല്ല. കാരണം നമുക്ക് മേലെ കീഴ് നോക്കണ്ടല്ലോ, അതിന് ആവശ്യമില്ലല്ലോ. ഉള്ളതുപോലെ പറയാം, സത്യമായിട്ട് പറയാം. അതുകൊണ്ട് തന്നെ ഞാൻ ശക്തമായിട്ട് CPIM വിമർശിച്ചതും അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതൊന്നും ആരും അത്രത്തോളം എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു. 240 പേരിലേക്കാ പറ്റി അതൊന്ന് ഫേസ്ബുക്ക് തന്നെ എത്തിച്ചിട്ടുള്ളൂ. അതിലേതാണ്ട് 219 214 പേരോ മറ്റേ ആ പേജ് ഒന്ന് എന്താണെന്നൊന്ന് തുറന്ന് നോക്കി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ആ വീഡിയോ കാണാനൊന്നും അങ്ങനെ നിന്നിട്ടില്ല, അതിനുള്ളൊരു സമയമൊന്നും എടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അത് കാരണം അതൊരു 24 മിനിറ്റോളമുള്ള ഒരു വീഡിയോ, അത്രയും നേരം ഒന്നും ഇരുന്ന് അതാരും നോക്കിയാൽ, പണ്ട് പറഞ്ഞില്ലേ, അതൊരു കുറഞ്ഞ 4 ലൈനാവുന്നു, എഴുതിയാൽ തന്നെ ഓരോരുത്തരും വായിക്കുള്ളൂ എന്താണെന്നുള്ളത്, അല്ലാതെ അതുകൊണ്ടൊന്നും ആരും വായിക്കാറ്. അപ്പോൾ എഴുത്തൊക്കെ അതുകൊണ്ട് നീളം കുറയ്ക്കുക എന്നുള്ളത് അങ്ങനെ ഞാൻ പണ്ടേ പറയാറുണ്ട്. അതുപോലെ തന്നെയാണ് വീഡിയോ വലിയ നീളത്തിൽ പോയാലും ഞാൻ സാധാരണ ഇങ്ങനെ ഒരു വീഡിയോ ഒന്നും എടുത്ത് പോസ്റ്റ് ചെയ്യാറില്ല, കാരണം അതൊന്നും ആരും കാണികളെന്ന് എനിക്കറിയാം. അപ്പോൾ പിന്നെ അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ഒന്നും എടുത്ത് ഇടാറുമില്ല. പിന്നെ എൻ്റെ ശബ്ദം ഈ അഴകുഴ അമ്പഴങ്ങ എന്നുള്ളൊരു ശബ്ദമൊക്കെ ആയതുകൊണ്ടും ഞാൻ വീഡിയോ ചെയ്യാറില്ല.
പിന്നെ എഴുതി ഇപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ട്. കാരണം എഴുതാനുള്ളൊരു വിഷമമുണ്ടെന്ന് നാളെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല. അപ്പോൾ എന്നാലും ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ എഴുതുകയാണ് എൻ്റെ ഏറ്റവും വലിയ ഹോബിയും. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ, വീഡിയോയേക്കാളും ഇങ്ങനെ പറയുന്നേക്കാളും എളുപ്പം എവിടെയെങ്കിലും ഒരു പോരായ്മ വന്നാൽ എനിക്കത് പോയി തിരിച്ച് ആ അക്ഷരങ്ങളെ മാറ്റി തിരുത്തിയെടുക്കാൻ കഴിയും. അത് പിന്നീടാണല്ലോ. അതായത് ഈ വീഡിയോയിൽ ആ ഭാഗത്ത് പോയി തിരുത്താനൊന്നും എനിക്കറിയത്തില്ല. കാരണം അങ്ങനെ എഡിറ്റൊന്നും ഞാൻ ചെയ്യുന്നുമില്ല, എഡിറ്റിങ് അറിയത്തുമില്ല. അപ്പോൾ പിന്നെ വല്ല ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്താൽ ചെയ്യാൻ കഴിയുമായിരിക്കണം. എങ്കിലും അത് 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ പരീക്ഷിച്ചൊക്കെ നോക്കണം. അപ്പോൾ അതിനൊന്നും മെനക്കെടുന്നില്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഇപ്പോൾ ഒറിജിനലായിട്ടൊക്കെ പോയാൽ ഒന്നും എഡിറ്റ് ചെയ്ത് കയറ്റേണ്ട കാര്യമില്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ധരിച്ചത്. എന്തായാലും കൂട്ടുകാരും അങ്ങനെ ഒരു വീഡിയോയ്ക്ക് ഒരു കമൻറ്റും ഇടാത്തതിലുള്ളൊരു വിഷമം ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് സങ്കടം വരെ വന്നിട്ടുണ്ട്. ഇത് എന്തോ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്, ഞാനൊരു പ്രശസ്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് ഒന്നുമല്ല. ഇപ്പം എന്താ എനിക്കിങ്ങനെ ഒരു ക്രെഡിറ്റ് കിട്ടിയിട്ട് ഞാൻ പണ്ട് തന്നെ ഇങ്ങനെ ഒരു ഈ പേജിൻ്റെ പേരൊക്കെ കണ്ടിട്ട് ചില സുഹൃത്തുക്കൾ ഫോണിൻ്റെ നമ്പർ ഫേസ്ബുക്കിൽ കാണാമായിരുന്നു, വിളിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. ചിലരൊക്കെ എനിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ടല്ലോ, എന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഇന്നതൊന്ന് ചെയ്തു തരാൻ ശുപാർശ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് വിളിക്കാറ്. കാരണം ഞാനെന്താ വലിയ അടുത്ത ആളാണ്, എനിക്ക് ആ ഓഫീസൊക്കെ ആയിട്ട് വലിയ ബന്ധമുണ്ടെന്ന് ഓർത്തങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. അത് അന്ന് ഞാൻ അവരോട് നേരെ പറയാറുണ്ട്, എനിക്ക് അങ്ങനെ ഒരു ബന്ധവുമില്ല. എന്തിനാ, ആ പാർട്ടി പ്രവർത്തകരായിട്ട് പോലും ഒരു ബന്ധവുമില്ല. എനിക്കങ്ങനെ ഒരു ഗ്രൂപ്പ് കിട്ടി, അതങ്ങനെ ഞാനതിൽ ആളെ ചേർക്കുന്നൊരു നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ അങ്ങ് ചേർത്തു. ഫേസ്ബുക്കിൻ്റെ ആവശ്യം ഒരു ഗ്രൂപ്പ് വേണം. അപ്പോൾ ഫേസ്ബുക്ക് ഇങ്ങനെ ഒരെണ്ണം നോട്ടിഫിക്കേഷൻ അയച്ചു തരും ഓരോന്നിൻ്റെയൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഒരാളെ ചേർക്കുക, ഗ്രൂപ്പിൽ ആളെ ചേർക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേരള ലൈക്ക് ചെയ്ത് എന്നുള്ളത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനകത്തൊരു 100 ആളെ ചേർത്തു. അത്രയും ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞൊരു 100 ആളെ ചേർത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഓരോരുത്തർ റിക്വസ്റ്റ് അയക്കാൻ തുടങ്ങി. ഞാൻ അവരെയൊക്കെ ഒന്ന് നോക്കി ചേർക്കുമായിരുന്നു, പ്രൊഫൈലിലൊക്കെ കയറി നോക്കുമായിരുന്നു. പിന്നീട് ഞാൻ ഓർത്തു, ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസല്ലേ, അപ്പോൾ എല്ലാവരും ഇരുന്നോട്ട് അതോർത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരെയും ഞാൻ അതിനകത്ത് എന്നുവെച്ചാൽ ചെയ്യാൻ തുടങ്ങി. എനിക്കതിന് മറ്റാരുടെയും അനുവാദം ആവശ്യമില്ലല്ലോ. അങ്ങനെ അതിനകത്ത് കാരണം ഒരു പാർട്ടി മാത്രം പോരാ, എല്ലാവരും ഇരുന്നോട്ട് വെച്ചു. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയാം, അതായത് ഉപയോഗിക്കാനാണെങ്കിൽ അന്ന് ഒരാളുടെ കൈ കിട്ടിയ അത്തരത്തിൽ എനിക്ക് നല്ല ബന്ധമൊക്കെ ഉണ്ട്, ഞാൻ നിങ്ങൾക്ക് ഇന്നൊക്കെ ചെയ്തു തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉടായ്പൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കാശുണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ വായിച്ചിട്ട് കേട്ടിട്ടുള്ള ആളാണ് ഞാനും. എന്ന് കരുതി എനിക്കതിൻ്റെതൊരു ആവശ്യമൊക്കെ അത്രയും കഴിവും കൂടെ ഇല്ല എന്ന് വേണം പറയാൻ കേട്ടോ. ഉള്ളത് പറയണമല്ലോ, ഇല്ലാത്ത പറയണമെന്നില്ല. അപ്പോൾ എന്നാൽ കുറേയൊക്കെ ചെയ്യാം. അതിനിപ്പോൾ വലിയ അറിവും ബുദ്ധിയൊന്നും വേണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ളതൊന്നും എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഞാനിങ്ങനെയൊക്കെ മനുഷ്യർ ചെയ്യും. അന്ന് അങ്ങനെ ആൾക്കാർ ചോദിച്ചത് കൊണ്ടും കൂടിയാണ് മറ്റൊരാളെ അഡ്മിറ്റാക്കാം. ഈ ഗ്രൂപ്പിൻ്റെ തന്നെ അകത്തുനിന്ന് എന്നോട് ചോദിച്ചു ഇതിന് പകരം വേറെ ആളെ വെക്കണോ എന്ന്. അപ്പോൾ ചോദിക്കാമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് അതിനകത്ത് കിട്ടി. അപ്പോൾ വേണ്ട എന്ന് ഉത്തരവും ഞാൻ കൊടുത്തു. അതാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് തോന്നിയ പകരം ഒരു അഡ്മിനുകളെ വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് നല്ല രീതിയിൽ പൊതുവായ വീഡിയോകളൊക്കെ എടുത്ത് അതിനകത്ത് ഇട്ടേനെ, നല്ല രീതിയിലൊക്കെ പോയല്ലോ. അപ്പോൾ ഈ ഒരു സംഭവം കാരണം ഇതിനകത്ത് ഇങ്ങനെ ഈ മറ്റുള്ളവർക്കത് ദുരുപയോഗം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അത് ഈ ആൾക്കാരെ കൃത്യമായിട്ട് നേരിട്ടറിയാതെ കൊണ്ടിട്ട് നമുക്കങ്ങനെ ആരെയും അഡ്മിനാക്കാൻ പറ്റുമല്ലോ. എൻ്റെ ചുറ്റുപാടിന് 1-2 പേരോടൊക്കെ ഞാനിങ്ങനെ പറ്റിയൊരു അഡ്മിനെ കിട്ടുമോ എന്നൊക്കെ അറിയാവുന്ന എൻ്റെ സഹാക്കളോടൊക്കെ എൻ്റെ കൂടെ നേരത്തെ, അതായത് 25-30 കൊല്ലം മുമ്പൊക്കെ 87 90 എൻ്റെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള അന്നത്തെ ലോക്കൽ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആൾക്കാരാണ്. അവരൊക്കെ ഏരിയ കമ്മിറ്റികളിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ചിലരോടൊക്കെ ചോദിച്ചു, എങ്ങനെ എനിക്ക് പറ്റിയൊരു ഗ്രൂപ്പിൽ ഒരാളെ അഡ്മിനാക്കാൻ പറ്റിയ ആളെ കിട്ടും.
ഇവിടെ അതിനൊക്കെ ഉള്ള ഒരാൾ വേണം. താൻ തന്നെ ചെയ്താൽ പോരെ, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു പോയതല്ലാതെ വലിയ അതിൻ്റെ അഡ്രസ്സൊന്നുമില്ല. കാരണം അത് എന്തോ അവർക്കും തോന്നിയിട്ടുണ്ടാവും അത് അത്ര പന്തിയാവും തോന്നുന്നില്ല എന്ന്. എന്തായാലും അതുകൊണ്ടൊക്കെ തന്നെ ഞാനൊരു പകരം ഒരാളെ, എനിക്കറിയാത്ത ഒരാളെ എങ്ങനെ ചേർക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഞാനൊരു അഡ്മിനും കൂടെ നിയമിക്കാത്തത്. ഇപ്പം അതിനൊരു കൊടുക്കാത്തത്. നീക്കം ചെയ്യാനൊക്കെ അതിനകത്ത് ഓപ്ഷൻ ഉണ്ടെങ്കിലും ചെയ്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഗ്രൂപ്പ് ഇങ്ങനെ അത്ര വളർച്ചയൊന്നുമില്ലാതെ മുരടിച്ച് നിൽക്കുന്നത്. എന്തായാലും വളർച്ച വേണമെങ്കിലും അതിനകത്ത് കൂടുതൽ പോസ്റ്റുകൾ ഇടുന്നതൊക്കെ പാർട്ടിക്ക് അനുകൂലമായിട്ടോ സർക്കാരിന് അനുകൂലമായിട്ടുള്ളതൊക്കെ. അപ്പോൾ അത് ആ സർക്കാരിനെ പിന്താങ്ങുന്നവരെങ്കിലും സർക്കാരിൻ്റെ പാർട്ടിയിൽപ്പെട്ടവരെങ്കിലും, അല്ലെങ്കിൽ ആ സർക്കാരിനെ നയിക്കുന്ന പാർട്ടിയിൽപ്പെട്ടവരെങ്കിലും ആ ഗ്രൂപ്പിൽ വന്നൊന്ന് ലൈക്ക് ചെയ്ത് ഒരു കമൻ്റൊക്കെ ഇട്ട് പോകും എന്ന് ഞാൻ ധരിച്ചു. അതൊക്കെ പോയി, ചെയ്തില്ല എന്നുള്ളതാണ്. ആരും അതിൻ്റെ ആവശ്യമില്ല അവർക്കൊന്നും എന്നുള്ളതാണ്. അവരുടെയൊക്കെ പോസ്റ്റ് വരും, പക്ഷെ അന്ന് ആ പോസ്റ്റ് മുന്നിൽ പോലും ഒരു ലൈക്ക് ഇടുക, അങ്ങനത്തെ സഹാക്കളാണ് ഒരു വക മടിയന്മാർ. അത് ആണ് ഞാൻ അതിനെക്കുറിച്ചാണ് ഒരു നല്ലൊരു വിമർശനം അതിനകത്ത് നടത്തിയത്. എന്തായാലും അത് ഒന്നും ആരും കണ്ടിട്ടില്ല, നോക്കി അങ്ങോട്ടൊന്നും ആരും എത്തിയിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഇത് എത്ര പേര് കാണും എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ ഇങ്ങനെ ഒരു മറുപടി ഇതിനകത്ത് എനിക്ക് എഴുതണം, എൻ്റെ വിഷമം തീരാനെങ്കിലും എഴുതണം എന്ന് കരുതിയിട്ടാണ് ഞാൻ ഒരു വീഡിയോ ഇപ്പോൾ ഇതിനകത്തേക്ക് പോസ്റ്റ് ചെയ്യുന്ന. കൂട്ടുകാർ, നന്ദി.